പ്രിയ മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, സോദോം ഗൊമോറ നഗരങ്ങളെക്കാൾ ഭീകരമായ രീതിയിൽ നന്മ വറ്റി വരണ്ട് ധാർമ്മിക മൂല്യങ്ങൾ പൂർണ്ണമായി തന്നെ തകർന്നടിഞ്ഞ ഒരു ഭയാനകമായ സമൂഹത്തിലാണ് നിങ്ങളും ഞാനും ഇന്ന് ജീവിക്കുന്നത്. ഈ മൂല്യ ശൂന്യതയുടെ അനന്തരഫലമായി നമ്മുടെ വരും തലമുറ ദൈവ കൃപകളിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നഷ്ടപ്പെട്ടു പോയ ഈ മാനുഷിക നന്മകളെ വീണ്ടെടുക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരികെ തിരിക്കുവാനും ഈ സന്മാർഗ പാഠ സീരീസ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന നല്ല സമരിയാക്കാരന്റെ ഉപമയാണ് ഇന്നത്തെ നമ്മുടെ സന്മാർഗ പാഠ പഠന വിഷയം. ജെറിക്കോയിലേക്കുള്ള അപകടം നിറഞ്ഞ വഴിയിൽ കള്ളന്മാരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായി മൃതപ്രായനായി കിടന്ന ഒരു മനുഷ്യനെ വഴിപോക്കരായ പുരോഹിതനും ലേവ്യനും കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോയി. എന്നാൽ യഹൂദരാൽ പൂർണ്ണമായി വെറുക്കപ്പെട്ടിരുന്ന ഒരു സമരിയാക്കാരൻ അവിടെ എത്തുകയും അവന്റെ അവസ്ഥ കണ്ട് ഹൃദയം അലിഞ്ഞ് അവനെ പരിചരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അവൻ ആ മനുഷ്യന്റെ മുറിവുകൾ വെച്ചുകെട്ടി സ്വന്തം വാഹനത്തിൽ കയറ്റി സത്തത്തിലെത്തിച്ച് ആവശ്യമായ പണം നൽകി അവനെ സംരക്ഷിച്ചു. ആരാണ് എന്റെ അയൽക്കാരൻ എന്ന സുപ്രധാനമായ ചോദ്യത്തിനാണ് വിസ്മയകരമായ ഈ ഉപമയിലൂടെ ക്രിസ്തുനാഥൻ നമുക്ക് ഉത്തരം നൽകുന്നത്. കുഞ്ഞുമക്കളെ, ജാതിയോ മതമോ ദേശമോ നോക്കാതെ നമ്മുടെ സഹായവും കാരുണ്യവും ആവശ്യമുള്ള ഏതൊരു വ്യക്തിയുമാണ് നമ്മുടെ അയൽക്കാരൻ എന്ന വലിയ സത്യം വചനം നമ്മെ ഇത്തരണത്തിൽ പഠിപ്പിക്കുന്നു. സമരിയാക്കാരൻ ചെയ്തതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ സ്വന്തം വേദനയായി ഏറ്റെടുക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്. ശത്രുതയും വിദ്വേഷവും പൂർണ്ണമായി മറന്ന് എല്ലാവരിലേക്കും ദൈവത്തിന്റെ കാരുണ്യം എത്തിക്കുക എന്നതാണ് ഒരു നല്ല കത്തോലിക്ക വിശ്വാസിയുടെ ധർമ്മം. കത്തോലിക്ക സഭയുടെ പരമ്പരാഗതമായ ജീവകാരുണ്യ പ്രവൃത്തികളുടെ ആകത്തുക എന്നത് ഈ വചനത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ സഹജീവികളോട് ദയയും കാരുണ്യവും ഉള്ളവരായി വളരേണ്ടത് ഈ മൂല്യശൂന്യമായ കാലഘട്ടത്തിൽ അത്യന്തം അനിവാര്യമായ കാര്യമാണ്. മറ്റുള്ളവരെ അടിച്ചമർത്താനോ അവഗണിക്കാനോ അല്ല, മറിച്ച് വീണുപോയവരെ സ്നേഹത്തോടെ കൈപിടിച്ചുയർത്താനാണ് ക്രിസ്തുവിന്റെ അനുയായികൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. നമുക്ക് ചുറ്റുമുള്ളവരോട് കാണിക്കുന്ന ചെറിയൊരു നന്മയോ കാരുണ്യ പ്രവൃത്തിയോ പോലും ഈ ലോകത്തിലെ വലിയ തിന്മകളെ ഇല്ലാതാക്കാൻ പോന്നതാണ്. ഈ വരുന്ന ആഴ്ചയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി വളരെ ലളിതമായ ഒരു ആത്മീയ വെല്ലുവിളി മുന്നോട്ട് വയ്ക്കുകയാണ്. തിരികെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ, നിങ്ങളുടെ ക്ലാസ് ഫ്രണ്ടാകാം, നിങ്ങളുടെ അയൽപ്പക്കത്തെ കുട്ടിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കസിനാകാം, ഈ ആഴ്ചയിൽ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സഹായിക്കണം. ഇനിയൊരു ഉദാഹരണം പറയാം. ക്ലാസ്സിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ മാതാപിതാക്കളെ സഹായിക്കാനോ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ബോധപൂർവം ശ്രമിക്കാവുന്നതാണ്. നമ്മുടെ ഓരോ ചെറിയ നന്മകളും വഴി സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തീയ മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പ്രിയ കുഞ്ഞുമക്കളെ, നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് കരുണാമയനായ ഈശോയോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, നല്ല സമരിയാക്കാരനെ പോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഓടിയെത്താനുള്ള ഒരു നന്മ നിറഞ്ഞ ഹൃദയം എനിക്കും നൽകണമേ. ഞങ്ങളുടെ സ്വാർത്ഥതയും മൂല്യശൂന്യതയും മാറ്റി സമൂഹത്തിൽ സ്നേഹത്തിന്റെയും ദയയുടെയും പ്രകാശമായി ജീവിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ള ഞങ്ങളുടെ കൂട്ടുകാരെയും അവിടുത്തെ കൃപയാൽ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഏവരെയും പിതാവായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഈ ലൂക്കായുടെ സുവിശേഷത്തിലെ വചനഭാഗം നിങ്ങൾ
മാതാപിതാക്കന്മാരോടൊപ്പം വീടുകളിലിരുന്ന് വായിച്ച് ധ്യാനിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും ഇതുപോലെ ഒരുമിച്ച് കൂടാം, ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ തന്നെ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. തുടർന്നും ഈ പരമ്പരയിലെ അടുത്ത ഭാഗത്തിനായി നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഈ സന്ദേശം ഷെയർ ചെയ്ത് അവരെയും സന്മാർഗ ശീലം അഭ്യസിക്കുന്നവരായി മാറ്റാൻ നിങ്ങൾക്ക് കർത്താവിൻ്റെ മക്കളായി ഉത്തരവാദിത്തമുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.